അങ്ങനെ സവ്വജ്തുക, നിനക്ക് ഇണയാക്കി തന്നു. ആ ഇണ ചേർന്ന ജീവിതം പിന്നെ നോക്കുമ്പോൾ വീടുകളൊക്കെ നരകമായി. സുബ്ഹാന ജല്ല ജലാലു. അന്ന് ഞാൻ ഈ മക്കളെ തന്തക്ക് മധുരപ്പനം ചക്കര, 3 മക്കളെ തള്ള ഞാൻ ഇന്ന് ഉണങ്ങിക്കടിച്ച കൊപ്പര. ഒരു പെണ്ണിന്റെ സങ്കടപ്പെട്ട പാട്ട് എത്രയായി നമ്മളൊക്കെ പാടാൻ തുടങ്ങിയിട്ടും കേൾക്കാൻ തുടങ്ങിയിട്ടും. ഓരോ വീടുകളിലും സങ്കടമുണ്ട്, കണ്ണീരുണ്ട്, വിഷമങ്ങളുണ്ട്, പ്രതിസന്ധിയുണ്ട്. മാതാപിതാക്കൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന മക്കളുണ്ട്. ഓ ഉമ്മമാരെ, ഉപ്പമാരെ, ഓ ഭാര്യമാരെ, ഭർത്താക്കളെ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ നിത്യജീവിതത്തിന്റെ രാപ്പകലുകളിൽ ആയത്തുൽ കുർസി ഓതുന്നത് വർദ്ധിപ്പിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങളെ കൽബും തമ്മിൽ യോജിച്ച് നിൽക്കാൻ, നിങ്ങളെ ഹൃദയവും തമ്മിൽ സമാധാനത്തോടു കൂടെ നിൽക്കാൻ, ഇണ ചേർന്ന സ്നേഹ ജീവിതം കുടുംബത്തിൽ നിലനിർത്താൻ നിങ്ങൾ ആയത്തുൽ കുർസി ഓതണേ. മുഹമ്മദുർ റസൂലുള്ളാഹി. എത്രത്തോളം റസൂലുള്ള പറഞ്ഞു, വീട്ടിൽ നിന്ന് നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ആയത്തുൽ കുർസി ഓതുക. നിങ്ങൾ തിരിച്ചെത്തുന്നത് വരെ വീടിനത് കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ വീട്ടിന്റെ അകത്തേക്ക് ഇങ്ങോട്ട് ഗേറ്റ് കടക്കാൻ, നമ്മുടെ പറമ്പിലേക്ക് ഗേറ്റ് ഇങ്ങോട്ട് കടക്കുമ്പോൾ ഒരു ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കടക്ക. എന്നാൽ വീട്ടിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് സുഖകരമല്ലാത്ത വാർത്ത കേൾക്കേണ്ടി വരൂല, പെരുമാറ്റത്തിന്റെ ദോഷം നിങ്ങൾക്ക് കാണേണ്ടി വരില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. അത് പെണ്ണുങ്ങളെയും മാപ്പിളന്റെയും കാര്യം. മക്കൾ ഉണ്ടാകുന്നത് വരെ നമുക്ക് സങ്കടം. ഒരു കുട്ടി ഇല്ലല്ലോ, ഉണ്ടായി നോക്കുമ്പോഴോ ഉണ്ടായല്ലോ എന്നാണ്. പിന്നെ സുബ്ഹാനല്ലാഹ്, മൂത്ത കുട്ടി മരിച്ചു. ഓന്റെ കണ്ണൂക്കന് ഗുലാബിയൊക്കെ ഉണ്ടാക്കി നോക്കുമ്പം ചെറിയ കുട്ടി അതാണ് കൊടുത്തും വാപ്പാക്ക്. ഓൻ തന്നെ കുടിച്ച് നാവ് പൊള്ളിങ്ങാണ്ടേ അത് വാപ്പാനോടും ഉണ്ടാതെയാണ് വാപ്പാക്ക് കൊടുത്തത്. വാപ്പത് കുടിച്ച് നാവ് പൊള്ളിയപ്പോൾ ഒന്നായിട്ട് കണ്ണുന്നൊരു വെള്ളം വന്നു. അപ്പം എന്തേ വാപ്പ വെച്ചു? ഒന്നുമില്ല, മറ്റോ മരിച്ചത് ഇജ്ജായില്ലോ എന്ന് കരുതിയതാണ്. അങ്ങനെയാണ് ഇപ്പോൾ വാപ്പയും മക്കളും തമ്മിലുള്ള ജീവിതം. പല പേരിലും ചെന്ന് നോക്കിയാലേ ഇത് നമ്മളിങ്ങനെ ഈ മൂല്യന്മാരായതുകൊണ്ട് പലരും നമ്മളോട് വന്നിട്ട് സങ്കടം പറയും, ഉസ്താദെ ആ കുട്ടി ഇങ്ങനെ, മറ്റേ കുട്ടി ഇങ്ങനെ. അപ്പൊ ഇത് ഒരു 10 മനുഷ്യന്മാർ കൂടിയോർത്ത് അള്ളാഹു റസൂല് പറഞ്ഞ ഒരു പരിഹാരം പറയാന്നുള്ള ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താണ്. ഹബീബുനാ റസൂലുള്ളാഹ്. നമ്മളെ പെൺകുട്ടികൾക്കൊരു വല്ലാത്തൊരു തോന്നൽ, വാപ്പാക്കിപ്പോ ആൺകുട്ടികളെ തന്നെ മതിയോ? പെൺകുട്ടികൾക്കൊരു തോന്നൽ, വാപ്പാക്കിപ്പോ ആൺകുട്ടികളെ തന്നെ മതിയോ? മൂത്ത മോൾക്കിപ്പോ അടുത്ത് തുടങ്ങിയ ഒരു സുഖേടുണ്ട്. എന്തേ? ഓളും കുടുംബമൊക്കെ നല്ല മട്ടത്തെ പോകുകയും ഇപ്പൊ അനുജത്തിനെ കെട്ടിച്ചു നോക്കുമ്പോ മൂത്ത ആൾക്കൊരു തോന്നൽ, ഇപ്പൊ ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ അനുജത്തിനെയും മാപ്പിളിനെയും മാത്രം മതിയോ? ഞാൻ കുടിയൊക്കെ ചെന്ന് നോക്കിയാൽ ആർക്കും ഒരു ബഹുമാനമില്ല. ഇപ്പൊ എല്ലാ സൽക്കാരം ബാക്കിയൊക്കെ കിട്ടണമെങ്കിൽ പോലുള്ള അന്ന് പോകണം, നമ്മളായിട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ കണ്ടെങ്കിൽ നമ്മളെ പുന്നാര മക്കളടിയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇങ്ങനെ ഒരു ധാരണ വന്നാൽ, ജ്യേഷ്ഠത്തെയും അനുജത്തെയും തമ്മിൽ വന്നാൽ നമ്മുടെ കുടുംബജീവിതത്തിന് വല്ല റാഹത്തുമുണ്ടോ? ഓർത്തു നോക്കൂ നിങ്ങൾ. അങ്ങനെ എത്ര വീടുകളാണ് സംഘട്ടനത്തിലുള്ളത്. അമ്പരച്ചുംബിയായ പടുകൂറ്റൻ ബിൽഡിങ്, ചുറ്റുഭാഗത്തൊക്കെ ഇങ്ങനെ നല്ല മതിൽക്കെട്ട്. ഗേറ്റിന്റെ അടുത്തേക്കാണ് ചെന്നാൽ ആരും പറയാതെ ഗേറ്റ് ഇങ്ങനെ മെല്ലാണ് പോകലോടും. അങ്ങനത്തെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലുള്ള ഗേറ്റ്, അതൊക്കെ നല്ലത് തന്നെ, ഞാനതിനൊന്നും ആക്ഷേപം പറയല്ല. ആ വീട്ടിലുള്ള ലൈറ്റ് ഇങ്ങനെ നോക്കിയാൽ എന്താ ലൈറ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ കേടുക, മറ്റത് ഓഫാകുക, അത് കേടുക. അങ്ങനത്തെ ലൈറ്റുകളൊക്കെ അങ്ങനെ എന്തൊരു അലങ്കാരമാണ്. സുബ്ഹാന ജല്ല ജലാലു. ഒരു ലൈറ്റുമ്പോ തന്നെ ഞാനൊരു പരീക്ഷ നോക്കുമ്പോൾ ഒരു ലൈറ്റ് തന്നെ പല കളറിൽ, 1 മിനിറ്റ് നോക്കുമ്പോൾ ചോപ്പ് ലൈറ്റ്, മറ്റേ ലൈറ്റ് നോക്കുമ്പോൾ അങ്ങനെ ചോപ്പും പച്ചയായിട്ട്, മറ്റത് ഇങ്ങനെ ലൈറ്റുകളൊക്കെ ഉണ്ട്. ആ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ സമയത്ത് ഭർത്താവ് ഇങ്ങനെ ഒരു സ്വകാര്യം പറഞ്ഞു. അത് കേട്ടപ്പം വാതിലിന്റെ ബേക്കെന്ന് ഉമ്മ, അയാളുടെ ഭാര്യ അങ്ങോട്ട് കരഞ്ഞു. ഉസ്താദേ, നിങ്ങളോടായതുകൊണ്ട് പറയാണ്, കുട്ടികളെ കൊണ്ട് കുടുങ്ങിയിരിക്കണ്, പെൺകുട്ടികൾ തമ്മിൽ തല്ല്, ആൺകുട്ടികൾ എങ്ങനെ. എത്ര വീടുകളിലാണ് സംഘട്ടനമുള്ളത്. മാർബിൾ ഉണ്ട്, അതുകൊണ്ട് സമാധാനം കിട്ടുമോ? കൊട്ടാരമായതുകൊണ്ട് സമാധാനം കിട്ടുമോ? ചെറ്റപ്പരയായി വിചാരിച്ചിട്ട് സമാധാനം കിട്ടുമോ? ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കഴിക്കുന്നത് കണ്ടാൽ ഇവര് തമ്മിൽ വലിയ യോജിപ്പാണെന്ന് തോന്നും. അതേ സമയത്ത് ഓരോരുത്തരെയും വേറെ ചോദിക്കണ്ടേ? മനസ്സുകൊണ്ടുള്ള സംഘർഷത്തിൽ എത്രയാണ്. ഹബീബ് റസൂലുള്ളാഹി സംശയ രോഗം
ഇതിന് സംശയരോഗമെന്നാണ് പറയുന്നത്. ആ സംശയരോഗം നിങ്ങളെ മനസ്സിൽ നിന്ന് നീങ്ങിക്കിട്ടാൻ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹ് പടച്ച റബ്ബുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്ക് അർഹനായി ആരും വേറെയില്ല. അൽ ഹയ്യു, അല്ലാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, അല്ലാഹു എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കമോ മയക്കമോ അല്ലാഹുവിനെ പിടികൂടുകയില്ല. ഉറക്കമോ മയക്കമോ പിടികൂടാത്ത റബ്ബ്, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന റബ്ബ്, എല്ലാ സമയത്തും ഹയാത്തിലുള്ള റബ്ബ് സുബ്ഹാന ജല്ല ജലാലു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ റബ്ബിനെ നമുക്ക് ശരിക്കും പഠിപ്പിക്കുന്നു ആയത്തുൽ കുർസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ നമുക്ക് ഓതി തന്നുകൊണ്ട് ആ ആയത്തുൽ കുർസിയിൽ നമ്മെ പഠിപ്പിക്കുന്നു, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശ ഭൂമികൾക്കുള്ള എല്ലാ ചരാചരങ്ങളുടെയും അധികാരം അല്ലാഹുവിനാണ്. പടച്ച റബ്ബിന്റെ കയ്യിലാണ് എല്ലാറ്റിന്റെയും അധികാരം. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, ജീവിതത്തിൽ കഴിഞ്ഞു പോയത് അല്ലാഹ്ക്കറിയാം, വരാൻ പോകുന്നത് അല്ലാഹ്ക്കറിയാം. ഒരു ജീവിതത്തിന്റെ ഭാവിയും ഭൂതവും വർത്തമാനവും അറിഞ്ഞ് നിയന്ത്രിക്കുന്ന, ഈ പ്രപഞ്ചത്തിന്റെ ഭാവി അറിയുന്ന, ഈ പ്രപഞ്ചത്തിന്റെ ഭൂതമറിയുന്ന, ഈ പ്രപഞ്ചത്തിന്റെ വർത്തമാനമറിയുന്ന, എല്ലാ ജീവജാലങ്ങളെയും ശ്രദ്ധിക്കുന്ന അല്ലാഹു ജല്ല ജലാലുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലമീറും ലാഹിറുമായി 18 പ്രാവശ്യം ഒരേ ഒരായത്തിൽ അള്ളാഹുവിന്റെ പേര് ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന ആയത്തുൽ കുർസിയില്ലേ, മകൾ ഓതട്ടെ, ഭാര്യ ഓതട്ടെ, ഭർത്താവ് ഓതട്ടെ, മക്കൾ ഓതട്ടെ, നിങ്ങൾ ആയത്തുൽ കുർസി വർദ്ധിച്ചു ഓതിക്കോ. സംശയ രോഗത്തിനത് പരിഹാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. മാനസിക സംഘർഷത്തിനത് പരിഹാരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മറ്റു ചിലർക്ക് വീട്ടിലൊക്കെ തിരക്കേടില്ല, പക്ഷേ അയൽവാസികളൊക്കെ പ്രശ്നം. അയൽവാസികളൊക്കെ പ്രശ്നം. ഇവര് പറഞ്ഞു നോക്കിയാൽ വിചാരിക്കും മറ്റേ അയൽവാസിന്റെ അടുത്താണ് കേസ്. പടച്ചോനെ, നമ്മളെ അയൽവാസികളുണ്ട് ഉസ്താദെ, ഒരു രക്ഷയില്ല. യഥാർത്ഥത്തിൽ ഒരു രക്ഷ ഇവനെക്കൊണ്ടല്ലാത്തത്, അതുപോലെ അറിയായിട്ടാണ്. നമ്മൾ ഈ കോളേജിൽ നിന്നൊക്കെ ചില കുട്ടികൾ കുരുത്തക്കേട് കളിച്ചാൽ ഓരമ്മാരെ വാപ്പാരെ വിളിച്ച് പറഞ്ഞാൽ പറയും, മറ്റവനെ കൊണ്ടാണ് എൻ്റെ കുട്ടി കേടുന്നത്. എവിടെ? എല്ലാവരും കേടുന്നത് ഇവനെ കൊണ്ടാണ്. പിന്നെ ഇപ്പോൾ പറയാൻ പറ്റല്ലോ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, എപ്പോഴും നമുക്ക് ഞാൻ കുറ്റക്കാരനല്ല എന്നുള്ളൊരു മനസ്സാണ്. ആരംഭ റസൂലുള്ളാഹി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറയുന്നു, അയൽവാസികളെ കൊണ്ട് നിങ്ങൾ കുറ്റപ്പെടുത്തി നിൽക്കണ്ട. ആ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന അത്ര സമയം പോലും നിങ്ങൾ ആയത്തുൽ കുർസി ഓതിക്കോ. ഒരു വീട്ടിൽ ആയത്തുൽ കുർസി ഓതിയാൽ പരിസരത്തെ 4 വീടുകൾക്ക് കൂടി അത് സംരക്ഷണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ ഏറ്റവും അടുത്ത അയൽവാസി വലഭാഗത്തൊരു വീട്, മുൻഭാഗത്തൊരു വീട്, പിൻഭാഗത്തൊരു വീട്, ഇടഭാഗത്തൊരു വീട്, 4 വീടുകൾ നമ്മുടെ തൊട്ടപ്പുറവും ഇപ്പുറവുമുള്ള വീടാണ്. ഒരു വീട്ടിൽ ആയത്തുൽ കുർസി ഓതിയാൽ 4 വീട്ടുകാർക്കും അതിന്റെ ഗുണം ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിന്റെയും പരിഹാരം അത് ആരാണെന്നറിയോ? അത് അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ വിശ്വാസമാണ്.